എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ശ്രീതു എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിഥീസ് വേൾഡ് എന്നാണ്. അതിഥി എന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ്. അപ്പം എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ പുളുങ്ങുന്ന എന്ന സ്ഥലത്താണ്, കുട്ടനാട്ടിലാണ്. ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തിനും ഇടയിലുള്ളൊരു പ്രദേശമാണ് കുട്ടനാടല്ല, പുളുങ്ങുന്ന്. കുട്ടനാട് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ സ്ഥലങ്ങൾ. പിന്നെ അവിടെയാണ് എൻ്റെ വീട്. പിന്നെ പറയുക, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവ്, ഒരു അനിയത്തിയുണ്ട്, മോളുണ്ട്. അച്ചാച്ചൻ നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു സൊസൈറ്റി ഉണ്ട്, ഈ പാലളക്കുന്ന സൊസൈറ്റി എന്ന് പറയും. പാലളക്കുന്ന സൊസൈറ്റിയിൽ ജോലി ആയിരുന്നു. അച്ചാച്ചൻ 10-30, അച്ചാച്ചൻ്റെ 18ാമത്തെ വയസ്സിൽ ജോലി ആരംഭിച്ചാണ്. അപ്പോൾ അവിടെ സൊസൈറ്റിയായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്ന ജോലിയായിരുന്നേ. അപ്പം അച്ചാച്ചൻ പെൻഷനായി. ഇപ്പോൾ അവിടെ കണക്ക് എഴുതാനൊക്കെ പോവും, തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ്. പിന്നെ അമ്മയുടെ പേര് ശ്രീദേവി, അച്ഛൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്. അമ്മയുടെ പേര് ശ്രീദേവി. അമ്മ മൃഗാശുപത്രിയിലെ താൽക്കാലികമല്ല, പാർട്ട് ടൈം സ്വീപ്പറാണ്. ഉച്ച വരെ ജോലിയുള്ളൂ, പാർട്ട് ടൈം സ്വീപ്പറാണ്. പിന്നെ അനിയത്തിയുണ്ട് എനിക്ക്, അവിടെ പേര് സ്വാതി എന്നാണ്. അവൾ UK നേഴ്സാണ്, അയർലൻഡ് അവിടെ. അപ്പോൾ അവിടെ കല്യാണമാണ് ജനുവരിയിൽ. ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ പേര് ശരത്താണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ശ്യാം എന്നാണ്. ചേട്ടൻ വെള്ളം വണ്ടിയെ കൊണ്ട് വീടുകളിലൊക്കെ കൊടുക്കുന്ന ജോലിയാണ്. അപ്പം നമ്മൾ ടാങ്കിനകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വരും. തുരുത്തി എന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി, അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെയുള്ള പ്രദേശങ്ങൾ, നമ്മുടെ ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമാണ്, അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുന്നത്, അതാണ് ചേട്ടൻ്റെ ജോലിയെ. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പേര് അതിഥി ശ്യാം എന്നാണ്. അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മളിവിടെ തന്നെ ഒരു സ്കൂളിലാണ്, ഇറ്റി ഫ്ലോർ ഗേൾസ് ഹൈ സ്കൂൾ പുളിങ്ങുന്ന്, അവിടെയാണ് പഠിക്കുന്നത്. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ട്, കടയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ചെറിയ കട. അവിടെ നിന്നാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറ്. അപ്പം എൻ്റെ കുഞ്ഞാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊണ്ട് ഡാൻസൊക്കെ കളിക്കാൻ പറ്റും, പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോഴാണ് അതിഥീസ് വേൾഡ് എന്ന് പേരിട്ട് അവൾ ഇടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേരുമൊക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷെ അവൾ ഇടയ്ക്ക് വെച്ച് നിർത്തി, പഠിത്തമൊക്കെ ആയതുകൊണ്ട് അങ്ങ് പോയി. പിന്നെ അപ്പം ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ വെച്ചു. അപ്പം നമുക്ക് ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ മുന്നിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ 1-1.5 വർഷമായി തുടങ്ങിയിട്ട്, ഒരു വർഷമായി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു 2-3 മാസമൊക്കെ ആയപ്പം ഞാനത് ചാനൽ, നമ്മൾ ആദ്യമൊക്കെയും ഇപ്പോഴാണെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ കോമഡി ആയിട്ടുള്ള ചെറിയ റീൽസൊക്കെ ഇല്ലേ, അത് നമ്മൾ വേറെ ചെയ്തൊക്കെ എടുത്ത് നമ്മൾ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു. വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുമായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ, ഞാൻ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. കാരണം ആദ്യം നമുക്കൊരു പെര ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അവിടെ മൊത്തം പൊളിക്കുമായിരുന്നു. അപ്പോൾ ഓരോ മുറി പൊളിച്ചു, പിന്നെ ഒരു മുറി മാത്രം അവിടെ ഫ്രണ്ടിൽ വെച്ച്, അപ്പോൾ നമ്മുടെ സാധനങ്ങളും എല്ലാം മുറിയിൽ, അപ്പോൾ വീഡിയോ എടുക്കാനും പിന്നെ നമുക്കൊന്നും സമയമില്ലായിരുന്നു. പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ നമ്മൾ പെട്ടെന്ന് പണി തീർക്കുമല്ലോ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്ത് പൈസ വരുന്നതനുസരിച്ച് പണി ചെയ്യും, പിന്നെ അടുത്ത പണിക്കാരെ വിളിക്കും, അങ്ങനെയായിരുന്നു. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് അങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ഒത്തിരി സമയമൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അതിനുശേഷം പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്, കോട്ടയത്ത് വെച്ചായിരുന്നു, MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതിൻ്റെ തിരക്കുമൊക്കെയാണ് മെയിനായിട്ട്. ഈ പെരപണിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കടയിൽ കൊണ്ടിരുന്നാണ് പാചകമൊക്കെ ചെയ്തത്. അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി, ഇപ്പം പണിക്കാർക്കും ഭക്ഷണം കൊടുക്കണമായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അമ്മയും അച്ചാച്ചനും ഇല്ലായിരുന്നു. അച്ചാച്ചന് ഈ അലർജിയുടെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛൻ്റെ ഒരു ചേട്ടൻ്റെ വീടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി. അപ്പോൾ അവിടെയാണ് അച്ഛനും അമ്മയും താമസിച്ചത്. അപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഞാനാണ് ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു, പെരവാസ്തോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മയൊക്കെ വേറൊരു സ്ഥലം മേടിച്ചിട്ട് പെരപണിതുകൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പെരപണി അടുത്ത മാസം കൊണ്ട് തീരും. അപ്പോൾ അമ്മയും അച്ഛനും അവിടെ പോവും. അതിനുശേഷമാണ് അനിയത്തിയുടെ കല്യാണം ജനുവരിയിൽ. ഡിസംബറൊക്കെ ആകുമ്പം തീരും, ജനുവരിയൊക്കെ ആകുമ്പം തീരുമെന്ന് വിശ്വസിക്കുന്നു പെരപണി. അപ്പം അവരങ്ങ് പോകും. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ കടയുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ വിട്ടുപോയി. അപ്പോഴത്തേക്കിനും നമ്മൾ പെരവാസ്തോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു പെരവാസ്തോലിയുടെയൊക്കെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് അന്നപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആ ഒരു ടച്ച് വിട്ടുപോയി. നമ്മൾ കുറേ നാൾ ഇടാതൊക്കെ വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ഇടാനായിട്ട് താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല. അപ്പോൾ അതൊക്കെ ഇടേണ്ടതായിരുന്നു, അതൊന്നും ഇടാൻ പറ്റില്ല. ഒത്തിരി പേരൊക്കെ വന്നു, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാൻ
പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരുപാട് പേരൊന്നും നമുക്ക് കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് എടുക്കാൻ പോലും സമയം കിട്ടത്തില്ലായിരുന്നു. കാരണം ചുറ്റും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ. അപ്പം ആ ഒരവസ്ഥയിൽ നിന്ന് അപ്പം നമ്മൾ പെട്ടെന്ന് എന്തോ ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയൊരു വേദനയാണ്. ഞാനും ചേട്ടനും കുഞ്ഞും അങ്ങനെ ഒരു ജീവിത സാഹചര്യം വന്നു. അപ്പം പെട്ടെന്ന് അതെല്ലാം മാറി ഒരുപാട് പേര് ചുറ്റും നിൽക്കുമ്പം ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റത്തില്ലായിരിക്കും. ഞാനങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത്രയും പേര് നമുക്കുണ്ടല്ലോ എന്നൊരു സന്തോഷം. എൻ്റെ കുഞ്ഞിന് ഇത്രയും ബന്ധുക്കാരുണ്ട്, ഇത്രയും ബന്ധങ്ങൾ നമുക്ക് എല്ലാവരും. അപ്പം നമ്മൾ പറയും ബന്ധുക്കാരൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നില്ല. പക്ഷെ അല്ല, ബന്ധുക്കാർ ഒത്തിരി വേണം. എല്ലാ പേരപ്പൻ, പേരമ്മ, ചിറ്റമ്മ, ചിറ്റപ്പൻ, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും വേണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നിർബന്ധമുണ്ട്. നല്ല ബന്ധങ്ങൾ എപ്പോഴും ഞാൻ കൂടെ നിർത്തും. പിന്നെ അങ്ങനെ പോയി അപ്പോഴത്തേക്കിനുമാണ് ഞാനപ്പോൾ ഓർത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിനും എല്ലാവരും പോകും. ചേട്ടന് രാവിലെ വെള്ളത്തിൻ്റെ ജോലി ആയതുകൊണ്ട് രാവിലെ പോകും വണ്ടിയിൽ, വേറെ ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ അമ്മ പാർട്ട് ടൈം സ്വീപ്പറാണ്. അപ്പോൾ അമ്മ മൃഗാശുപത്രിയിൽ, വേറെ സ്ഥലം കാവാലത്ത്. അപ്പോൾ അവിടെ രാവിലെ പോകുന്നു, ഉച്ചവരെ ഉള്ളൂ. എന്നാലും ഇവിടെ വരുമ്പോൾ താമസിക്കുവേ. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന് ബസ് കയറി അക്കരെ ഇറങ്ങി അങ്ങനെയൊക്കെ പോകണം. അപ്പം അമ്മ ഇവിടെ വരുമ്പോൾ 2 മണിയൊക്കെ ആവും. അമ്മ രാവിലെ 8:30 ആകുമ്പോൾ പോകും ഇവിടുന്ന്. അമ്മ പോവും, പിന്നെ കുഞ്ഞ് പോവും, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പിന്നെ ഓരോ PSCയുടെ എക്സാം കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആലോചിച്ച് കുറച്ച് നേരം പഠിച്ച് കടയിൽ അങ്ങനെ വലിയ കച്ചവടമൊന്നും ഇല്ല, വലിയ കടയൊന്നുമല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഓർത്തൊന്ന് നമുക്ക് വീഡിയോ ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആലപ്പുഴയിലെ ഒരു മറൈൻ എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാട് പേര് കണ്ട്. ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും ഒക്കെ ആയി, മോണിറ്റൈസേഷനൊക്കെ ആയി കേട്ടോ. അതിനുശേഷമാണ് ഞാനത് ഇടയ്ക്ക് വെച്ച് ചാനൽ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വീഡിയോ ഇടാനൊക്കെ മടിച്ച്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിരക്കൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഓണം ഇതൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറിയ രീതിയിൽ ഒരു 8 മിനിറ്റ് വീഡിയോ ആണ് വീടിൻ്റെ ഹോം ടൂർ കണക്കിട്ട്. അപ്പോൾ ഒരുപാട് പേര് കണ്ടതിൽ ഒരുപാട് പേര് നല്ല കമൻസൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ സബ്സ്ക്രൈബറൊക്കെ കൂടി കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി, ഏണിങ്സ് ഒന്നും ആയില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് പിന്നെ ഏണിങ്സൊക്കെ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിനുവേണ്ടി കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. വീഡിയോ ഷോർട്സൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ എൻ്റെ പഴയ മോഡലൊരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ അത് നോക്കണ്ടല്ലേ. നമ്മൾ അങ്ങനെ ഫോണ് കാര്യങ്ങൾ പിന്നെ സ്റ്റാൻഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അതിനുള്ള പരിമിതികളൊക്കെ ഉണ്ട് നമ്മളെക്കൊണ്ട്. പിന്നെ എടുത്തു തരാൻ ആരുമില്ല. ഞാനിത് ഒരു സ്റ്റാൻഡ് ഞാൻ ഇന്നാൾ കാണിച്ചായിരുന്നു. ഒരു മുട്ടായിയുടെ ഒരു ടിന്നോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്യാമറ തിരിച്ച് വെച്ചിട്ടൊക്കെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലല്ലേ നമ്മൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ മുന്നോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പോകുന്നു. പിന്നെ എന്താ പറയുന്നത്, പിന്നെ പരീക്ഷയൊക്കെ എഴുതുന്നുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല കാലം നമ്മളെയും തേടി എത്തും എന്ന് പ്രതീക്ഷയോട് മാത്രം ജീവിക്കുന്നു. പിന്നെ പറയാനായിട്ട് തന്നെ അത്രയൊക്കെ ഉള്ളൂ. വിഷമങ്ങളൊന്നുമില്ല, സന്തോഷം, ഹാപ്പി. പിന്നെ കടയിൽ കച്ചവടമൊക്കെ കുറവാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇനിയും കല്യാണവും കാര്യങ്ങളും ഒക്കെ വരുവാണ് അനിയത്തിയുടെ. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. ഇനിയിപ്പോൾ അമ്മയും അച്ചാച്ചനൊക്കെ കല്യാണത്തിലേക്കിലാണ്, കല്യാണം വിളിക്കാൻ പോകണം. പിന്നെ നമ്മൾ തലേദിവസം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, തലേദിവസം മൈലാഞ്ചി ഇടുന്ന ചടങ്ങ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുക, ബന്ധുക്കാരൊക്കെ വരിക അല്ലേ. എല്ലാവരെയും പിന്നെയും കുറേ നാൾ കൂടി ഇരുന്ന് കാണും. ഇപ്പോൾ നമ്മളിവിടെ വീട്ടിലൊത്തിരി ചടങ്ങൊക്കെ ഒത്തിരി നാളായി. അപ്പോൾ അങ്ങനെ അവരൊക്കെ വരിക, അവരൊക്കെ ആയിട്ട് പങ്കെടുക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ ചെറുക്കൻ ഇതുവരെ കണ്ടിട്ടില്ലേ. നമ്മൾ മാട്രിമോണി വഴി ഈഴവ മാട്രിമോണി വഴി വന്ന കല്യാണാലോചനയാണ്. അപ്പം നമ്മൾ നോക്കിയത് അവിടെ തന്നെ ജോലി, അവരവിടെ അല്ല എന്നാലും സ്കോട്ട്ലൻഡ് പുറത്ത് ഇതുള്ള ജോലിയുള്ള ആളെ നോക്കിയത്. അപ്പം അങ്ങനെ വന്നു. അവൾക്കധികം വണ്ണമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല കേട്ടോ, കൊച്ചിനും ഇല്ല, രണ്ടുപേരോട് ചേരും. അപ്പം ചെറുക്കനെയൊക്കെ കണ്ടില്ല, കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് ഇതുവരെ. നമ്മൾ ഫോണിനകത്ത് വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനുവരി വരും, അപ്പം കാണാം എന്ന്. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ പെരപണിയൊക്കെ പെട്ടെന്ന് തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിറവണിയുടെ സമയത്തെ. മമ്മിക്കൊന്ന് ലോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, താമസിച്ചാണ് കിട്ടിയത്. അപ്പം ആദ്യം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പം അവർ ഒരു സാർ അവിടുത്തെ അതിൻ്റെ പേപ്പറൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ലായിരുന്നു. പുള്ളി എന്നിട്ട് ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ പെൻഡിങ് ഒക്കെ വന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ 2 മാസം താമസിച്ച്. അപ്പോൾ അതുകൊണ്ട് പെരപണി തുടങ്ങാനായിട്ട് താമസമെടുത്ത്. നമ്മൾ ലോൺ എടുത്തിട്ടാണ് പെര വെക്കുന്നത്. 20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം പൈസ കിട്ടാൻ താമസിച്ചുകൊണ്ട് പെരപണിയാണ്. പിന്നെ കല്യാണത്തിന് മുന്നേ ചെയ്തു തീർക്കണമെന്ന് ആണ് ആഗ്രഹം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വീടുണ്ടല്ലോ, അത് പ്രശ്നമില്ല. പിന്നെ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പെരപണിയൊക്കെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 5-ലാണ് പഠിക്കുന്നത്, ഒരാളേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, വണ്ടിയുടെ കാര്യം പറഞ്ഞു, പിന്നെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് പേരുണ്ട്. സന്തോഷം. നേരത്തെ ആരും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മുന്നോട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ആദ്യത്തെ വീഡിയോയുടെ ഹോം വ്ലോഗിൻ്റെ വീഡിയോ ഇല്ലേ, അത് കണക്കത്തുള്ള വ്യൂസൊക്കെ വരണം, എന്നാലേ നമുക്ക് പിന്നെയും പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമല്ലേ, നമ്മളൊരു ആദ്യം എന്തിനു ചെന്നാലും നമുക്കൊരു തെറ്റൊക്കെ കാണുമല്ലോ. മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ തിരുത്തി പോകാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പം എന്നെക്കുറിച്ചൊക്കെ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. വീഡിയോ ഒക്കെ കാണണം, അത് തന്നെയാണ് പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.